അപ്പോൾ ഇന്നൊരു സൺഡേ ആണേ. അപ്പോൾ സൺഡേ ദിവസങ്ങളിൽ ഇപ്പോൾ ഞാനും അമ്മയും ഒലിവറും ഒക്കെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് നോക്കുക. അമ്മയ്ക്ക് അങ്ങനെ ബിരിയാണി ടൈപ്പൊക്കെ ഞാൻ ഉണ്ടാക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു കാര്യം, ഈ പ്രോൺസ് ഈ ക്ലീനൊക്കെ ചെയ്ത് വരുമ്പോൾ എന്തോരം ഉണ്ടാവുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾ റൈസും കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ക്വാണ്ടിറ്റി 2 നേരത്തേക്ക് നമുക്ക് ആവശ്യത്തിനുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കത്തില്ല. അപ്പോൾ ഈ 2 ടൈപ്പ് ബിരിയാണിയാണ് ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ നല്ല കട്ടിയായിട്ട് ഇരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെള്ളത്തിൽ ഇട്ടേക്കുന്നത്. കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ അത് കഴുകുന്ന സമയം കൊണ്ട് ഇതൊക്കെ ഒന്ന് മാറി കിട്ടുവാണെങ്കിൽ നട്ടേരെ. കുറച്ചും കൂടെ വെള്ളം മുക്കി വെച്ചിട്ട് നമുക്ക് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ക്ലീൻ ചെയ്ത ഈ പ്രോൺസിൽ പൊടികളൊക്കെ ആഡ് ചെയ്യുവാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതൊക്കെ ആവശ്യത്തിന് മതി കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഒരു മസാല. ഞാനിപ്പോൾ ചിക്കൻ മസാലയാണ് ഇട്ടേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ മസാല അത് തന്നെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുറേ നേരത്തേക്ക് വെക്കണം. ഒരു അരമണിക്കൂർ വെച്ച ശേഷമുള്ളതാണ് കേട്ടോ. നല്ല രീതിക്ക് മസാലയൊക്കെ പിടിച്ചിരിക്കുവാണ്. ഇനിയും നമുക്ക് വെക്കേണ്ട ആവശ്യമായിട്ടുണ്ട്. ഇനി ഒരു നല്ല ചീനിച്ചട്ടി എന്തായാലും എടുത്തിട്ട് നല്ല ചൂടായ ശേഷം എണ്ണ ഇട്ടിട്ട് കുറച്ച് സവാള, അതിനാവശ്യമായിട്ടുള്ള സവാള, ഞാനിപ്പോൾ കണക്കൊന്നും പറയുന്നില്ല, കാരണം ഞാൻ എടുത്തേക്കുന്ന അളവ് തന്നെ നിങ്ങൾ എടുക്കണമെന്നില്ലല്ലോ. അപ്പോൾ ആവശ്യത്തിന് ഒരു ഇച്ചിരി സവാള എടുത്ത് വഴറ്റണം. ഉപ്പും കൂടി ഇട്ടാൽ നല്ലതാണെന്നറിയാമല്ലോ. കൂടെ തന്നെ കുറച്ച് സ്പൈസസ്, എന്തൊക്കെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ഇടുക. കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചടേ. മിക്സിയിലിട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ ചതച്ചെടുത്തത്. എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. പിന്നെ അതേപോലെ ടൊമാറ്റോയും പച്ചമുളകും കൂടെ നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. ഇതെല്ലാം നല്ല രീതിക്കൊന്ന് വഴറ്റി എടുക്കണം. അതാണ്. കൂടെ ഞാൻ കരിവേപ്പില ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല രീതിക്ക് തന്നെ എല്ലാം ഒന്ന് വഴറ്റിയിട്ട് പിന്നെ നമ്മൾ ഓരോരോ പൊടികളായിട്ട് ചേർക്കുവാണ്. മറ്റേ ആവശ്യത്തിന് നമ്മൾ പൊടി ചേർത്തിട്ടുണ്ട്. ഇതും അതിൻ്റെ എല്ലാം കൂടെ കണക്കിനനുസരിച്ചിട്ടുള്ള ഈ പൊടികളൊക്കെ ചേർത്ത് മസാലയൊക്കെ ആക്കി വെള്ളം ഒഴിച്ചിട്ടങ്ങ് വേവിക്കുവാണേ. ചെറിയൊരു തട വന്നതിന് ശേഷമാണ് കേട്ടോ മല്ലിയില ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ പ്രോൺസ് ഇതുവരെ ഇട്ടിട്ടില്ല. ഇപ്പോഴാണ് കേട്ടോ പ്രോൺസ് ഇടേണ്ട സമയം. അതിന് ഒരുപാട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് കേട്ടോ ലാസ്റ്റായിട്ട് ഇടുന്നത്. ഫൈനലി എൻ്റെ പ്രോൺസിൻ്റെ കറിയെല്ലാം ആയിട്ടിരിക്കുവാണ്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കി തുടങ്ങാം. ഒരു കടായിൽ സൺഫ്ലവർ ഓയിലും ഗീയുമാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. കൂടെ തന്നെ സ്പൈസസും കാഷ്യൂവും കിസ്മിസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഞാൻ ഗീ റൈസാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഗീ റൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു റെസിപ്പിയാണല്ലോ. അപ്പോൾ കുറച്ച് നേരം അതിനകത്ത് വെച്ച് വഴറ്റിയിട്ടൊക്കെയാണ് ഞാൻ പിന്നെ ചൂടുവെള്ളം എടുത്ത അരിയുടെ ആവശ്യത്തിനുള്ളത് മാത്രമായിട്ട് ഇടുന്നത് കേട്ടോ. പ്രകാരം പറഞ്ഞാൽ 1 ഗ്ലാസ് അരിക്ക് ഒരു 1.25 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടെ ഒഴിക്കുന്നുണ്ട്. സിമ്മി ടു മീഡിയത്തിൻ്റെ ഫ്ലെയിമിലാണ് വെക്കുന്നത്. പള്ളിയിൽ നിന്ന് തന്നെ അമ്മ എത്തിയിട്ടുണ്ടായിരുന്നേ. അമ്മ പറഞ്ഞു നല്ല സെറ്റായിട്ടിരിക്കുകയാണ്, കുറച്ച് നേരം കൂടെ അടച്ചു വെക്കണം. എന്തായാലും ഫ്ലെയിമിൽ ശ്രദ്ധിക്കേണ്ടത് മീഡിയം ടു ലോ ഫ്ലെയിമേ. നമ്മളിന്ന് എന്തോ ഉണ്ടാക്കുന്നേ? പ്രോൺസ് ബിരിയാണി. നിനക്ക് ഇഷ്ടമാണോ? കഴിക്കണേ. അപ്പോൾ റൈസ് സെറ്റായി. നേരത്തെ ഉണ്ടാക്കിയ പ്രോൺസ് കാണുന്നുണ്ട്. ഇപ്പം കണ്ട നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ദമ്മിലോട്ട് തന്നെ ഞാൻ പെട്ടെന്ന് പോയി കേട്ടോ. ഓരോരോ ലെയർ നമ്മൾ ഫില്ല് ചെയ്യുവാണ്. അപ്പോൾ പ്രോൺസിൻ്റെ ആ ഗ്രേവിയും പ്രോൺസും ഒക്കെ ആവശ്യത്തിന് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അങ്ങനെ 1 by 1 ആയിട്ടൊക്കെ നമുക്ക് ദമ്മിനുള്ളതെല്ലാം സെറ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഞാൻ റെസിപ്പി ഫൈനലി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഫ്രം അഖില.